യെസ്, കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ ചോദ്യം ചെയ്യൽ തുടരുന്നു. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി 5 പ്രതികളെയും ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ കൂടുതൽ പേർക്കുള്ള പങ്ക് സംബന്ധിച്ച വിവരശേഖരണത്തിന് ചോദ്യം ചെയ്യൽ നിർണായകമാണ്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ പ്രതികളായ സാമുവൽ ജോൺസൺ, NS ജീവ, റിജിൽജിത്ത്, രാഹുൽ രാജ്, NV വിവേക് എന്നീ 5 പേരെയും ഇന്നലെയാണ് ഏറ്റുമാനൂർ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. 2 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുമതി. കുറ്റകൃത്യം നടന്ന ഹോസ്റ്റൽ മുറികളിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 5 പ്രതികളെ 3 തവണയായി പ്രത്യേകം എത്തിച്ചാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. വിവിധ മുറികളിൽ വെച്ചായിരുന്നു 1ാം വർഷ വിദ്യാർത്ഥികൾ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമായ റാഗിങ്ങിന് ഇരയായത്. പ്രതികളുടെ വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പ്രതികളായ 5 പേരുടെയും മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിലാകും ചോദ്യം ചെയ്യൽ. കൂടുതൽ പേർ റാഗിങ്ങിൽ ഭാഗമായിട്ടുണ്ടോ, കോളേജ് അധികൃതർക്ക് റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിവരം നേരത്തെ ലഭിച്ചിരുന്നോ എന്നതടക്കമുള്ള വിവരങ്ങൾ പ്രതികളിൽ നിന്ന് ലഭ്യമാക്കേണ്ടതുണ്ട്. റാഗിങ്ങിൽ കോളേജ് അധികൃതരുടെ പങ്ക് അന്വേഷിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ അന്വേഷണവും നടക്കുന്നുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ വൈകുന്നത് ഇടതുപക്ഷക്കാരായതുകൊണ്ടുള്ള മൃദു സമീപനത്തിന്റെ ഭാഗമാണെന്ന് വിമർശനം ഉയർന്നിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അന്വേഷണ സംഘം പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. ജനം, കോട്ടയം.